ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുതിരാൻ വെച്ച പച്ചരി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഈ അടിക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ മുട്ടയും കൂടെ ചേർത്തടിക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മുട്ട ഇടണ്ടെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ മുട്ട ഇടാതെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് സവാള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് സോഡാപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ലക്കിക്കുട്ടൻ വന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. അവന് ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക്, കേക്കായിട്ടോ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് ഇത് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ക്യാരറ്റിൻ്റെ ഈ ഒരു ചോപ്പ് ചെയ്ത് അതെല്ലാം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. പിന്നെ വിചാരിച്ചു ലക്കിക്കുട്ടൻ ഇന്ന് മുട്ട ഇട്ട് കൊടുത്താലോ എന്ന് വിചാരിച്ച അമ്മ ഒരു മുട്ട പ്രത്യേകം പൊട്ടിച്ചിട്ട് ഞാൻ അതാണ് പറഞ്ഞ അരിയൊക്കെ ആട്ടുന്നതിൻ്റെ കൂടെയാണ് മുട്ടയിട്ട് അടിക്കാനുള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് ഇതിലും മുട്ടയിടാം എന്ന് വിചാരിച്ചിട്ട് മുട്ട ഇതാക്കി എടുത്തത്. ഈ മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ടയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് ഈ മാവിൽ നന്നായിട്ട് കലരണം. അതാണ് നമ്മൾ ആട്ടുമ്പോൾ തന്നെ മുട്ട യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് നിമിഷം വിചാരിച്ച് മുട്ടയും കൂടെ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടതാണ്. പിന്നെ ഇത് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലൊക്കെ ഒഴിക്കും കേട്ടോ. ചിലർ മുട്ട സുർക്കയെന്ന് പറയും. പിന്നെ ഓരോരുത്തർ ഓരോ പേരാണ്. അങ്ങനെ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചു. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാം. അതാണ് മുട്ട സുർക്ക എന്ന് പറയുമ്പോൾ മുട്ട മറ്റേ നമ്മളുടെ ഉണ്ണിയപ്പ ചട്ടിക്കകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരന്ന് വരും. നെയ്യപ്പത്തിൻ്റെ ഷേപ്പിലൊക്കെ പരന്നൊക്കെ പോവും. പക്ഷെ നല്ല ക്രിസ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ലക്കിക്കുട്ടന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ലക്കിക്കുട്ടൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് യൂട്യൂബിലും കൂടെ ഇടാമെന്നുള്ള രീതിയിൽ ഇന്ന് വീഡിയോ എടുത്തത്. അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ട് കമൻറ്റ് പറയുക. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് നന്നായിട്ട് ഇതാക്കിയെടുക്കുക. ക്യാരറ്റൊക്കെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ്. പിന്നെ എണ്ണ ഇത്രയും വേണ്ട എന്നുള്ളവർ നമ്മളുടെ പാൻ ഒഴിച്ചിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ കോരി വയ്ക്കൂലേ, അതുപോലെ ഒന്ന് വച്ച് ചുട്ടെടുത്താലും മതി. അതും ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും കൂടെ ചെയ്യും. എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഡെയിലി ഈ എണ്ണയിലല്ല കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയിട്ട് നമ്മൾ ദോശ ഒഴിക്കും പോലെ ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ അതും ഒരു ടേസ്റ്റാണ്. അങ്ങനെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.